ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. മൈദയും കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ ഇതാ കുറേ തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവൂ. ഈ ഒരു ഈസി റെസിപ്പി എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ഒരു വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ. ഹൈപ്പ് ചെയ്യാൻ മറന്നു കേട്ടോ. നമ്മൾ എടുത്തു വെച്ച തേങ്ങയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും അതുപോലെ തന്നെ മൈദയും കൂടി ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ജാറിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാനിപ്പോൾ മൈദ എടുത്തത് 1/2 കിലോൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണോ അത്രയും മൈദ എടുക്കുക. ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇത് തേങ്ങയും അതുപോലെ തന്നെ മൈദയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3-4 ചുവന്നുള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളത് എടുത്തത്. ഇനി ഈ ഒരു മൈദേൻ്റെ അകത്തേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുത്തതാണ്. എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇതാ കണ്ടില്ലേ, ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചുവന്നുള്ളീൻ്റെ പീസൊക്കെ ഉണ്ടാവും കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി ഞാനിതാ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്കുള്ള ഒരു കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ തലേന്നത്തെ ചിക്കൻ കറി കുറച്ച് ബാക്കിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. കറി നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ചിക്കൻ കറി ഉണ്ടായിട്ട് അതൊന്ന് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കറാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ചെറിയ കഷ്ണം കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം വലിയുള്ളി ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിന് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പാകത്തിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതുക്കിയത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പച്ചമുളക് ചേർത്ത് കൊടുത്തത്. അതിൻ്റെ പച്ചമണം ഒന്ന് പോയി കിട്ടിക്കോട്ടെ. പച്ചമണം പോകുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അതൊന്ന് വഴന്ന് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചിന് കേട്ടോ. ഞാൻ ചിക്കൻ കറി വെച്ച അതേ കുക്കറിൽ തന്നെയാണ് ഈ ഒരു ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ ചിക്കൻ കറി മാറ്റിയതിന് ശേഷമാണ് കേട്ടോ ഈ ഒരു ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ഈ ഒരു വേവിക്കാൻ വെച്ച ഗ്രീൻ പീസിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കായൻ്റെ ഒരു കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാനൊന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. കുക്കറിൻ്റെ മൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിലുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിന് കേട്ടോ. ഗ്രീൻ പീസ് ഒന്ന് നല്ലോണം നന്നായിട്ട് വെന്തിട്ട് ഒന്ന് ഉടഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ലോണം ഇതേപോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഉടച്ച് കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു ചിക്കൻ കറി ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ കറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ബാക്കി വന്ന ചിക്കൻ കറി ഇത്രയേ ഉള്ളൂവെങ്കിലും നമുക്ക് നല്ല അടിപൊളി കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഒരു കറി വെച്ചിട്ട് തന്നെ ഈ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മൾ മസാലപ്പൊടികളും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ ഗരം മസാലപ്പൊടി മാത്രം ലാസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. വേറൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു നുള്ളു കസൂരി മെത്തിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തു. അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാലപ്പൊടിയില്ലേ അതാണ്. അത് നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചത് തന്നെയാണ് കേട്ടോ. നമ്മളെ കയ്യിൽ ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അരമുറി തേങ്ങൻ്റെ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കുക, ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൽ പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ ഇതാ നമ്മളെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തിളയ്ക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ, എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഒന്ന് അത്യാവശ്യം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിടാം. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. നെയ്യുണ്ട്, നെയ്യ് തന്നെ തടവി കൊടുത്താൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രേഷം മതി, കുറച്ച് മാത്രം മതിയാവും. എന്നിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. നമ്മളിതിൽ തേങ്ങ ചേർത്തത് കൊണ്ട് തന്നെ അധികം ഒരു ഷേപ്പിലൊന്നും കിട്ടില്ല, എന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ നെയ്യോ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടിഭാഗം ഒന്ന് ആയി വന്നതിന് ശേഷമാണ് കേട്ടോ മുകളിൽ ഒന്ന് ഇതേപോലെ ഒന്ന് തടവി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗവും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. നമ്മൾ ചുവന്നുള്ളിയും തേങ്ങയും ചേർത്തതുകൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശയൊക്കെ വരുന്നത്. എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതാ അടുത്തതും കൂടി ഞാൻ ഇതേപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അധികവും മുട്ട ചേർത്തിട്ടാണല്ലോ മൈദ കൊണ്ട് ഇതേപോലെ ദോശ ചെയ്തെടുക്കൽ. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടാവും. മുട്ട കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ദോശ നിങ്ങൾക്ക് ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകരുത്, ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ ദോശ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ പീസിൻ്റെ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു ദോശ. അപ്പോൾ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. കണ്ടില്ലേ, തണിഞ്ഞതിന് ശേഷം നല്ല താള് പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കുട്ടികൾക്കൊക്കെ എന്തായാലും കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത ഇതേപോലത്തെ പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.